കട്ടിയുള്ള പാത്രത്തിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ബിരിയാണി സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് കൈമ റൈസ് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്ത ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ഇനി 3 ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് റൈസാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം വീതം 3 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ചൂടാക്കി എടുത്തത് റൈസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 ടീസ്പൂൺ നാരങ്ങാ നീരും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്തി നിൽക്കുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റൈസൊക്കെ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ 1 ടീസ്പൂൺ വീതം നെയ്യും എണ്ണയും ചേർത്ത് അതിലേക്ക് സവാള ചേർത്ത് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുത്ത ശേഷം അത് റൈസിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മല്ലിയിലയുണ്ടെങ്കിൽ അതും തൂകി കൊടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്